കരുനാഗപ്പള്ളി പോലീസ് വെറും കാഴ്ചക്കാരായി മാറുകയായിരുന്നോ എന്ന സംഭവം കൂടി ഉണ്ടാവുകയാണ്. സംശയം കൂടി ബലപ്പെടുകയാണ്. വർഷങ്ങളായി കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിലനിൽക്കുന്ന ഗുണ്ടാ പകയുടെ തുടർച്ചയാണ് ഇന്ന് നടന്ന കൊലപാതകം. കഴിഞ്ഞ വർഷം നടന്ന ജിം സന്തോഷ് വധത്തിന്റെ പ്രതികാരമെന്നാണ് പോലീസ് പറയുന്നത്. ഗുണ്ടാ കുടിപ്പകയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ നടന്നത് 2 കൊലപാതകങ്ങളാണ്. ഡസനിലേറെ വധശ്രമങ്ങളും വരും. കൊല്ലം റൂറൽ പോലീസ് മേഖലയിൽ ക്രമസമാധാന നില വീണ്ടും അങ്ങനെ ആശങ്ക ഉണ്ടാക്കുകയാണ്. 2024 മുതൽ കരുനാഗപ്പള്ളി ഓച്ചിറ മേഖലകളിൽ നിലനിന്ന ഗുണ്ടാ കുടിപ്പകയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് അലുവ അതുൽ. ജിം സന്തോഷ് എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിൻ്റെ കൊലപാതക കേസിലെ 1ാം പ്രതിയാണ് അലുവ അതുൽ. കഴിഞ്ഞ വർഷമായിരുന്നു ജിം സന്തോഷിനെ അതുലിൻ്റെ നേതൃത്വത്തിലുള്ള 13 അംഗ സംഘം വീട് കയറി കൊലപ്പെടുത്തിയത്. അതിനു പിന്നിലും ഒരു കുടിപ്പകയുടെ കഥയുണ്ടായിരുന്നു. അത് 2024 നവംബർ മാസത്തിലാണ്. ഓച്ചിറ സ്വദേശി പങ്കജ് മേനോൻ എന്നയാളെ 2024 നവംബർ മാസത്തിൽ ജിം സന്തോഷിന്റെ നേതൃത്വത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചു. അതിന്റെ പകയായിട്ടാണ് പങ്കജ് മേനോൻ ജിം സന്തോഷിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത്. ആ കൊട്ടേഷൻ ഏറ്റെടുത്തത് അലുവ അതുൽ. 2025 മാർച്ച് 27 പുലർച്ചെ 2 മണിയോടെ ജിം സന്തോഷിന്റെ വീട്ടിലേക്ക് അതുലും സംഘവും അതിക്രമിച്ചെത്തി. സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വാതിൽ തല്ലിപ്പൊളിച്ച് വീടിനകത്ത് കയറി. കേരളം കണ്ട ഏറ്റവും ഹീനമായൊരു കൊലപാതകമാണ് പിന്നീട് അരങ്ങേറിയത്. ഗുണ്ടാ നേതാവായ ജിം സന്തോഷിനെ അമ്മയുടെ കൺമുന്നിലിട്ട് അതുലും സംഘവും വെട്ടിക്കൊലപ്പെടുത്തി. അതിനുശേഷം മുങ്ങിയ സംഘം 21 ദിവസം ഒളിവിൽ കഴിഞ്ഞു. തമിഴ്നാട്ടിലെ തിരുവള്ളൂർ എന്ന സ്ഥലത്ത് നിന്നാണ് പോലീസ് സംഘം ഇവരെ കണ്ടെത്തുന്നത്. 89ാമത്തെ ദിവസം ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 800 പേജുള്ള കുറ്റപത്രം. പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാനാണ് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചത്. എന്നിട്ടും അടുത്തിടെ ഈ കേസിൽ അതുലിന് ജാമ്യം ലഭിച്ചു. കർശനമായ ഉപാധികളോടെയാണ് അലുവ അതുലിന് ജാമ്യം അനുവദിച്ചത്. അപ്പോഴേക്കും അലുവ അതുലിനെ കൊല്ലാൻ മറ്റൊരു കൊട്ടേഷൻ. അതാണ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ നടപ്പാക്കിയത്. അതും പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് പുറത്തിറങ്ങി നിമിഷങ്ങൾക്കകം.